നമസ്കാരം, സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുമളി തമിഴ്നാട് അതിർത്തിയിലെ അരി ചെക്ക് പോസ്റ്റിന് സമീപം വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് തീപിടിച്ചു. മധുരയിൽ നിന്ന് തേക്കടിയിലേക്ക് വിനോദയാത്രയ്ക്കായി എത്തിയ സംഘം സഞ്ചരിച്ച ടെബോ ട്രാവലറാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ദേശീയപാത 85-ൽ തലക്കോട് ടൂറിസ്റ്റ് ബസിന് തീപിടിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി. തീപിടുത്തത്തിനിടയാക്കിയ സാഹചര്യം സംബന്ധിച്ച് പരിശോധനകൾക്ക് ശേഷം മാത്രം വ്യക്തത വരുത്താനാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. ഇടുക്കി മെഡിക്കൽ കോളേജിലെ 2 ബിൽഡിംഗുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു നടപ്പാത വേണമെന്ന ആവശ്യം ആശുപത്രി സ്ഥാപിതമായ കാലം മുതൽ നിലനിൽക്കുന്നതാണ്. രോഗികളും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവരും ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇരുചക്ര വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് സ്കൂൾ ബസ് ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. രാജകുമാരി ഹോളിക്കൻ സ്കൂളിലെ താൽക്കാലിക ഡ്രൈവറായ മഞ്ഞക്കുഴി സ്വദേശി കൊല്ലുവേലിയിൽ വിഷ്ണുരാജനാണ് മർദ്ദനമേറ്റത്. വിശദമായ വാർത്തകളിലേക്ക്. കുമളി തമിഴ്നാട് അതിർത്തിയിലെ അരി ചെക്ക് പോസ്റ്റിന് സമീപം വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് തീപിടിച്ചു. മധുരയിൽ നിന്ന് തേക്കടിയിലേക്ക് വിനോദയാത്രയ്ക്കായി എത്തിയ സംഘം സഞ്ചരിച്ച ടെബോ ട്രാവലറാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. വണ്ടിയിലുണ്ടായിരുന്ന 13 പേരും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം നടന്നത്. 8 പുരുഷന്മാരും 4 സ്ത്രീകളും ഡ്രൈവറുമടക്കം 13 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. യാത്രയ്ക്കിടെ വാഹനത്തിന്റെ മുൻഭാഗത്ത് നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ ഉടൻ തന്നെ വാഹനം പാതയോരത്തേക്ക് ഒതുക്കി നിർത്തുകയായിരുന്നു. പുക കണ്ട ഉടൻ തന്നെ യാത്രക്കാരെല്ലാവരും വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ ജീവാപായം ഒഴിവായി. യാത്രക്കാർ പുറത്തിറങ്ങിയതിന് പിന്നാലെ വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. വിവരമറിഞ്ഞ് തമിഴ്നാട്ടിലെ കമ്പത്തുനിന്നുമെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റ് ഏറെ നേരം പരിശ്രമിച്ചാണ് തീ പൂർണ്ണമായും നിയന്ത്രണവിധേയമാക്കിയത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തെ തുടർന്ന് അതിർത്തി മേഖലയിൽ അല്പനേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. ഗൂഡല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സിറ്റി വിഷൻ, കുമളി. ദേശീയപാത 85-ൽ തലക്കോട് ടൂറിസ്റ്റ് ബസിന് തീപിടിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി. തീപിടുത്തത്തിനിടയാക്കിയ സാഹചര്യം സംബന്ധിച്ച് പരിശോധനകൾക്ക് ശേഷം മാത്രം വ്യക്തത വരുത്താനാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഞായറാഴ്ച രാത്രി 9:30-യോടെയായിരുന്നു തീപിടുത്തത്തിൽ ബസ് പൂർണ്ണമായി കത്തി നശിച്ചത്. തലക്കോടിന് സമീപം ടൂറിസ്റ്റ് ബസിന് തീപിടിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ബസിന് തീപിടിക്കാനിടയാക്കിയ സാഹചര്യം സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ദൃക്സാക്ഷികളിൽ നിന്നും സമീപവാസികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ഉടമ തന്നെയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. ഉടമയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. തീപിടുത്തത്തിനിടയാക്കിയ കാരണം കണ്ടെത്താനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രമം. ബസിന്റെ ഏത് ഭാഗത്താണ് ആദ്യം തീ പടർന്നത്, തീപിടുത്തത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാകാം, ഇത്തരം കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്താനാണ് ശ്രമിക്കുന്നതെന്നും വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ എന്തെങ്കിലും വിധത്തിലുള്ള നിഗമനത്തിലേക്ക് എത്താനാകൂവെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഞായറാഴ്ച രാത്രി 9:30-യോടായിരുന്നു തീപിടുത്തത്തിൽ ബസ് പൂർണ്ണമായി കത്തി നശിച്ചത്. വാഹനം നിർത്തി യാത്രക്കാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ സമയത്താണ് വാഹനത്തിൽ തീ പടർന്നത്. ബസ് പൂർണ്ണമായി തന്നെ കത്തി നശിച്ചു. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കി മെഡിക്കൽ കോളേജിലെ 2 ബിൽഡിംഗുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു നടപ്പാത വേണമെന്ന ആവശ്യം ആശുപത്രി സ്ഥാപിതമായ കാലം മുതൽ നിലനിൽക്കുന്നതാണ്. രോഗികളും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവരും ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് പ്രതിദിനം സഞ്ചരിക്കുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജിന് പുതിയ മന്ദിരം നിർമ്മിച്ചപ്പോൾ ഗൈനക് പീഡിയാട്രിക് വിഭാഗങ്ങൾ ജില്ലാ ആശുപത്രിയിലെ പഴയ കെട്ടിടത്തിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, എക്സ്റേ, സ്കാനിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ലാബും പഴയ കെട്ടിടത്തിലാണ് ഉള്ളത്. ഇതുമൂലം ആളുകൾക്ക് അവിടേക്ക് പ്രതിദിനം കയറിയിറങ്ങേണ്ട അവസ്ഥയാണ്. റോഡ് മാർഗം വരുമ്പോൾ ഏകദേശം 800 മീറ്ററോളം ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഇതുമൂലം ആളുകൾ ദുർഘടം പിടിച്ച ഈ പാതയിലൂടെയാണ് കയറിയിറങ്ങുന്നത്. പ്രായമായവർക്കും രോഗികൾക്കും ഈ വഴിയുള്ള യാത്ര വലിയ ദുരിതമാണ്. വളരെ ദുർഘടം പിടിച്ച ഒരു പാതയാണ് ഇത്. സ്ത്രീകളും കുട്ടികളും
പ്രായം ചെന്നവരും വളരെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്ന് മേളിലേക്ക് കയറുകയും താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത്. ഈ 2 കെട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ചികിത്സ നടക്കുന്നത്. ഗർഭിണികളും കുട്ടികളുടെയും ചികിത്സ താഴെയും, ഓപ്പറേഷൻ തിയേറ്റർ താഴെയും, ബാക്കി ചികിത്സകൾ മുഴുവൻ മുകളിലുമായിട്ടാണ് നടക്കുന്നത്. ഇരു ബിൽഡിങ്ങുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ആകാശപാത നിർമ്മിക്കണമെന്ന ആവശ്യം കെട്ടിട നിർമ്മാണ കാലം മുതൽ തന്നെ നിലനിൽക്കുന്നതാണ്. ഇക്കാര്യം മന്ത്രി, MP എന്നിവരുടെ മുന്നിലും പൊതുപ്രവർത്തകരും മാധ്യമങ്ങളും നിരവധി തവണ ആവശ്യമായി ഉന്നയിച്ചതാണ്. എന്നാൽ വിഷയത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിന് ഇരുവരുടെയും ഭാഗങ്ങളിൽ നിന്ന് യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ ആശുപത്രി മെയിൻ്റെനൻസിനും മറ്റാവശ്യങ്ങൾക്കും ഫണ്ടുകളിൽ വകയിരുത്തിപ്പെട്ടിരിക്കുമ്പോൾ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്നും അനാസ്ഥയുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ, ഇടുക്കി. ഇരുചക്രവാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് സ്കൂൾ ബസ് ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. രാജകുമാരി ഹോളിക്യൂൻ സ്കൂളിലെ താൽക്കാലിക ഡ്രൈവറായ മഞ്ഞക്കുഴി സ്വദേശി കൊല്ലുവേലിയിൽ വിഷ്ണുരാജനാണ് മർദ്ദനമേറ്റത്. ആശുപത്രിയിൽ ചികിത്സ തേടിയ വിഷ്ണു രാജാക്കാട് പോലീസിൽ പരാതി നൽകി. രാവിലെ 9:45 രാജകുമാരി യൂണിയൻ ബാങ്കിന് സമീപം വെച്ചാണ് വിഷ്ണുവിനെ ഇരുചക്രവാഹനത്തിലെത്തിയയാൾ മർദ്ദിച്ചത്. ഹരിത ജംഗ്ഷൻ അമ്പലക്കവല റോഡിൽ ഇരുചക്രവാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. കണ്ടാൽ തിരിച്ചറിയുന്ന മുരിക്കുംതൊട്ടി സ്വദേശിയായ ലോറി ഡ്രൈവറാണ് തന്നെ മർദ്ദിച്ചതെന്ന് വിഷ്ണു പറയുന്നു. രാവിലെ സ്കൂൾ ബസ് ഡ്യൂട്ടിക്കിടെ എതിരെ ഒരു ബൈക്കുകാരൻ വരികയും ബൈക്കുകാരന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് സ്കൂൾ ബസ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്നതിന് ഇടയ്ക്ക് രാജകുമാരി ടൗണിൽ വെച്ച് ആൾ വണ്ടി കൊണ്ട് വട്ടം വെച്ച് ഉപദ്രവിക്കുകയായിരുന്നു. തന്നെ മാരകമായിട്ട് ഉപദ്രവിച്ചു. ആൾക്കാരെ നോക്കി നിൽക്കെ അടിക്കുകയും ഇടിക്കുകയും ഷർട്ട് വലിച്ചു കീറുകയും നന്നായിട്ട് ഇടിക്കുകയും ചെയ്തു. സ്കൂൾ ബസ്സിൽ കുട്ടികളുമായി സ്കൂളിലേക്ക് പോകും വഴിയാണ് ഇരുചക്രവാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്ന ആരോപണം. ഇതിനുശേഷം കുട്ടികളെ സ്കൂളിലാക്കി തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇരുചക്രവാഹനത്തിലെത്തിയ ലോറി ഡ്രൈവർ തടഞ്ഞു നിർത്തി വിഷ്ണുവിനെ ക്രൂരമായി മർദ്ദിച്ചത്. മുഖത്തടിക്കുകയും പുറത്തടിക്കുകയും ഷർട്ട് വലിച്ചു കീറുകയും ചെയ്തു. പരിക്കേറ്റ വിഷ്ണു ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിഷ്ണുവിന്റെ പരാതിയിൽ രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സിറ്റി വിഷൻ, രാജകുമാരി. വിവാദ പ്രസ്താവനയുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തങ്ങൾക്കെതിരെ വ്യാജ പരാതികൾ നൽകുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ശേഷം മാത്രമേ ആത്മഹത്യ ചെയ്യാവൂ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൊടുപുഴ സ്വദേശി അജയ് ഉണ്ണിയാണ് വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. ബലാത്സംഗത്തിനുള്ള ആഹ്വാനവുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അജയ് ഉണ്ണി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ ദിവസം റീൽസിനു വേണ്ടി വീഡിയോ ചിത്രീകരിച്ച സംഭവവും അതിനെ തുടർന്നുണ്ടായ ആത്മഹത്യയും. യുവതിക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തൊടുപുഴ സ്വദേശിയായ അജയ് ഉണ്ണിയുടെ ആഹ്വാനം വിവാദമായി. അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കെടുത്താൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ച് പിന്നെ നാണം കെട്ടു മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത കുറ്റം ചെയ്തു എന്നോ. ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നാണ് അജയ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സിറ്റി വിഷൻ, തൊടുപുഴ. ഇനി ചെറിയൊരിടവേള. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസ്സിന് മികച്ച അവസരം. ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. മരം മുറിക്കുന്നതിനിടെ താഴെ വീണ നട്ടെല്ലിന് ക്ഷതമേറ്റ് കിടപ്പിലായ നിർധന യുവാവ് തുടർ ചികിത്സയ്ക്കായി സഹായം തേടുന്നു. ഇടുക്കി ചെമ്പകപ്പാറ വെളുത്തപ്പാറയ്ക്കൽ ബിജുവാണ് അപകടത്തെ തുടർന്ന് തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ സുമനസ്സുകളുടെ സഹായം തേടുന്നത്. സ്വന്തം പുരയിടത്തിലെ മരത്തിന്റെ ശിഖരം മുറിക്കുന്നതിനിടെയാണ് ഇടുക്കി ചെമ്പകപ്പാറ വെളുത്തപ്പാറയ്ക്കൽ ബിജുവിന് അപകടമുണ്ടാവുന്നത്. മുറിച്ചുവിട്ട ശിഖരം താഴേക്ക് വലിച്ചിടുമ്പോൾ മരക്കൊമ്പ് വന്ന് ശരീരത്തെ പതിക്കുകയായിരുന്നു. വീഴ്ചയിൽ നട്ടെല്ലിനു ക്ഷതമേറ്റ് ഇരുകാലുകളുടെയും ബലം നഷ്ടപ്പെട്ട് കിടപ്പിലായി. പാറേമാവ് ആയുർവേദ ആശുപത്രിയിലും കോട്ടയത്തും ഉൾപ്പെടെ വിവിധ ആശുപത്രികളിൽ ചികിത്സിച്ചു. ഈരാറ്റുപേട്ടയിലെ തണൽ സഹായ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച പരിചരണവും ചികിത്സയും കൊണ്ട് ഒരു കാലിന് കുറെയൊക്കെ ബലം ലഭിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ പറമ്പിൽ മരത്തെ കയറി എൺപത്തി അടിച്ചതാണ്. മരത്തിൽ നിന്ന് വീണ് 1 വർഷമായിട്ട് വീണിട്ട് വീണ് അരയ്ക്ക് താഴേക്ക് നടന്നുപോയി. ഇപ്പം ആദ്യം കാലത്താളിൽ പോയി അവിടെ ചികിത്സ കഴിഞ്ഞു. പിന്നെ തണലിപ്പോൾ 3 മാസം ഫിസിയോതെറാപ്പി ചെയ്തു. അത് 3 മാസം അവിടെ അനുവദിക്കുള്ളായിരുന്നു. അത് കഴിഞ്ഞ് പാറമാഴി വന്ന് 3 മാസമായിട്ട് മറ്റേ അവിടെയും ചികിത്സ കഴിഞ്ഞു. എന്നിട്ട് സാമ്പത്തികമായിട്ട് മൊത്തത്തിൽ ഇതായി വീട്ടിൽ വന്ന് ഇപ്പം 6 മാസമായിട്ട് ചികിത്സയൊന്നുമില്ല. ഇനി എവിടെയെങ്കിലും പോകണം. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ആൾക്കാർ നാട്ടുകാർ സഹായിച്ച് ഇങ്ങനെ അതിന് പൈസ ഇല്ലാത്തതിൻ്റെ പോലെ വിഷമിച്ച് വീട്ടിൽ ഇപ്പോൾ 6 മാസമായിട്ട് ചികിത്സയില്ലാതെ വീട്ടിൽ നിന്ന് കിടക്കുകയാണ്. ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സ നടത്തിയാൽ ഇരുകാലുകൾക്കും ബലം ലഭിക്കുമെന്നും തനിക്ക് നടക്കാൻ കഴിയുമെന്നും ബിജു പറഞ്ഞു. ദൈനംദിന ജീവിത ചെലവിന് പോലും പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. ബിജുവിനോടൊപ്പം മാതാവ് മാത്രമാണ് ഈ കുടുംബത്തിലുള്ളത്. ബിജുവിന്റെ ഇളയ സഹോദരൻ മുൻപ് മരണപ്പെട്ടിരുന്നു. കഴിഞ്ഞ മാസം പിതാവ് ജോണിയും മരണപ്പെട്ടു. മകൻ തനിച്ചായതിനാൽ മാതാവിന് തൊഴിലുറപ്പ് ജോലികൾക്ക് പോലും പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. മറ്റാരും ആശ്രയമില്ലാത്ത ഈ കുടുംബം മുന്നോട്ടു പോകണമെങ്കിൽ ഈ യുവാവ് സുഖം പ്രാപിച്ചേ മതിയാവൂ. 3 ലക്ഷത്തോളം രൂപയുണ്ടായാൽ മാത്രമേ ബിജുവിന്റെ ചികിത്സ പൂർത്തിയാക്കാനാവൂ. ബിജുവിന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പൊതുസമൂഹത്തിന്റെ കനിവിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. കേരള ബാങ്കിന്റെ ബദൽ ശാഖയിൽ ബിജുവിന്റെ പേരിൽ ഒരു SB അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. തുടർ ചികിത്സയ്ക്കായി ഓരോരുത്തരും കഴിവുള്ള സഹായങ്ങൾ ചെയ്യണമെന്നതാണ് ബിജു ആവശ്യപ്പെടുന്നത്. സിറ്റി വിഷൻ, ഇടുക്കി. മുരിക്കന്തട്ടി സെന്റ് മരിയ ഗൊറോത്തി UP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനും തുടക്കം കുറിച്ചുകൊണ്ട് ലോഗോ പ്രകാശനം നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ലോഗോ പ്രകാശനം സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കോയിക്കൽ നിർവഹിച്ചു. മുരിക്കന്തട്ടി സെന്റ് മരിയ ഗൊറോത്തി UP സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെയും ഭാഗമായി ലോഗോ പ്രകാശനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു.
50 വർഷത്തെ അഭിമാനകരമായ വിദ്യാഭ്യാസ സേവനത്തിന്റെ സ്മരണയായി സംഘടിപ്പിക്കുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് വിപുലമായ ഒരുക്കങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്കൂൾ മാനേജറും ഇടവക വികാരിയുമായ ഫാദർ ജോസഫ് കോയിക്കൽ ലോഗോ പ്രകാശനം ചെയ്തു. സുവർണ ജൂബിലി ആഘോഷങ്ങൾ സുസ്ഥിരവും ക്രമബദ്ധവുമായി നടത്തുന്നതിനായി 9ഓളം കമ്മിറ്റികൾ രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചു. ഫെബ്രുവരി 14 ജൂബിലി ആഘോഷവും വാർഷികാഘോഷവും യാത്രയയപ്പും നടക്കും. ദീർഘകാലമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ ഒരുമിപ്പിക്കുന്ന സംഗമം ശ്രദ്ധേയമായ പരിപാടികളോടെ നടത്താനാണ് തീരുമാനം. 1976 കോതമംഗലം രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ വിശുദ്ധ മരിയ ഗൊറോത്തിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ വിദ്യാലയം ഗ്രാമീണ മേഖലയിൽ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം പരത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകി അവരെ മികച്ച പൗരന്മാരാക്കുന്നതിൽ ഈ സ്കൂൾ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ സമൂഹത്തിന്റെ എല്ലാ പിന്തുണയോടെയും ചരിത്രപ്രധാനമായ ഈ ആഘോഷം വിജയകരമാക്കാനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ കുടുംബം. ലോഗോ പ്രകാശന ചടങ്ങിൽ അധ്യാപകർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പൊതുപ്രവർത്തകർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. നിരവധി തലമുറയ്ക്ക് അറിവ് പകർന്നു നൽകിയ മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷം 23, 24, 25 തീയതികളിൽ നടക്കുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ അറിയിച്ചു. തോട്ടം മേഖലയിൽ സ്കൂൾ വിദ്യാഭ്യാസം വിദൂര സ്വപ്നമായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് കണ്ണൻദേവൻ കമ്പനി ആംഗ്ലോ വേർണിക്കൽ പ്രൈമറി സ്കൂളും തുടർന്ന് ഇംഗ്ലീഷ് ഹൈസ്കൂളും ആരംഭിച്ചു. അമേരിക്കയിൽ പരിശീലനം പൂർത്തിയാക്കിയ തോമസ് ജോൺ ആയിരുന്നു ആദ്യ പ്രഥമാധ്യാപകൻ. 1955 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നതുവരെ അദ്ദേഹം തുടർന്നു. അയിത്തം നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് മൂന്നാറിൽ സ്കൂളുകൾ ആരംഭിച്ചതും എല്ലാ വിഭാഗം കുട്ടികൾക്കും പ്രവേശനം നൽകിയതെന്നതുമാണ് ചരിത്രം. അക്കാലത്തും ഈ സ്കൂളുകളിൽ ബെഞ്ചുണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. അധ്യാപകർക്കും ജീവനക്കാർക്കും ക്വാർട്ടേഴ്സുകളും നൽകി. ഏറ്റവും മെച്ചപ്പെട്ട ലൈബ്രറിയും ലാബും സ്കൂളിലൊരുക്കി. സ്കൂളിന്റെ ആവശ്യത്തിന് മാത്രമായി അച്ചടിശാലയുണ്ടായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ശതാബ്ദി ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. 23-ന് കുട്ടികളുടെ ശതാബ്ദി സന്ദേശയാത്രയോടെയാണ് 3 ദിവസത്തെ സമാപന പരിപാടികൾ ആരംഭിക്കുക. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിട്ടാണ് ഈ ശതാബ്ദി ആഘോഷം നടത്താൻ വേണ്ടി തീരുമാനമെടുത്തത്. അതിൻ്റെ പരിപാടികൾ 23, 24, 25 തീയതികളിലായി ഇവിടെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. ഈ ശതാബ്ദി സമ്മേളനം 25-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഇടുക്കിയുടെ MP ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന DEO ആൻസൺ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് ഫോട്ടോ, പുസ്തക, പെയിന്റിംഗ് പ്രദർശനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അംഗം C നെൽസൺ അധ്യക്ഷനാകും. 24-ന് രാവിലെ 10-ന് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം നടക്കും. KDHP കമ്പനി IR മാനേജർ ജോൺ പെരേര ഉദ്ഘാടനം ചെയ്യും. 25-ന് രാവിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ. പകൽ 2-ന് ശതാബ്ദി സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് എ രാജ MLA അധ്യക്ഷനാകും. സ്കൂൾ പ്രഥമാധ്യാപിക ഡോക്ടർ S ജയലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തും. KDHPC മാനേജിംഗ് ഡയറക്ടർ K മാത്യു അബ്രഹാം മുഖ്യാതിഥിയായിരിക്കും. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എ രാജ MLA, ജനറൽ കൺവീനർ സുമേഷ് കമ്പല്ലൂർ, സ്റ്റാഫ് സെക്രട്ടറി ബാലസുബ്രഹ്മണ്യൻ, PTA പ്രസിഡന്റ് E രാജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, മൂന്നാർ. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു IPS അഭിവാദ്യം സ്വീകരിച്ചു. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. മാസ്റ്റർ പോൾ P വിനീഷ് നയിക്കുന്ന 2ാം നമ്പർ പ്ലട്ടൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. ചടങ്ങിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു IPS അഭിവാദ്യം സ്വീകരിച്ചു.
ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ ഈ കോട്ടൺ ഈ ഗ്രൗണ്ടിൽ കാഴ്ചവെച്ച ഡിസിപ്ലിൻ്റെ ആ പെർഫോമൻസ്, ആ ഒരു അച്ചടക്കത്തിലുള്ള പരേഡ്, നിങ്ങൾ ഓരോരുത്തരും ഓരോ കൈ വീശുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടല്ല, നിങ്ങൾ തൊട്ടടുത്തേക്കുന്ന ആളുടെ കൈയും അതിൻ്റെ അടുത്തേക്കുന്ന ആളുടെ കൈയും ഒരേ ലൈൻ പോകുന്നത് നിങ്ങൾ നോക്കുന്നുണ്ട്. നിങ്ങൾ ഓരോ സ്റ്റെപ്പ് കാല് വയ്ക്കുമ്പോഴും നിങ്ങളുടെ കാല് മാത്രമല്ല തൊട്ടടുത്ത ആളുടെ പേരൻ്റെ കാലിൽ കൂടെ നേരെ ആ സ്റ്റെപ്പ് വരുന്നുണ്ടോ നിങ്ങൾ നോക്കുന്നുണ്ട്. ആ ഒരു ഐക്യ മനോഭാവമായിരിക്കണം, നിങ്ങൾ ഡിസിപ്ലിൻ ലൈഫ് ആയിരിക്കണം ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഓരോ കാര്യം. SPC നോഡൽ ഓഫീസർ ഇമ്മാനുവൽ പോൾ, DYSP രാജൻ കെ അരമന, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ്, സ്കൂൾ മാനേജർ റെവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ വടക്കേൽ, മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷൻ SHO സന്തോഷ് KM, ADNO SPC പ്രോജക്ട് SR സുരേഷ് ബാബു, മുരിക്കാശ്ശേരി സ്റ്റേഷൻ പ്രിൻസിപ്പാൾ SI KD മണിയൻ, സ്കൂൾ പ്രിൻസിപ്പാൾ സിബിച്ചൻ തോമസ്, ഹെഡ്മിസ്ട്രസ് ജിജിമോൾ മാത്യു, PTA പ്രസിഡന്റ് ജെയ്സൺ K ആന്റണി, ഗാർഡിയൻസ് SPC പ്രസിഡന്റ് തങ്കച്ചൻ VJ, സജി മാത്യു, പോലീസ് ഉദ്യോഗസ്ഥർ, രക്ഷകർത്താക്കൾ, അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ഷിനോയ് കുര്യൻ, അഖില ടോം, DI-മാരായ ജോബിൻ ജെയിംസ്, മിനു MC എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ കൊന്നത്തടി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമളി തമിഴ്നാട് അതിർത്തിയിലെ അരി ചെക്ക് പോസ്റ്റിന് സമീപം വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് തീപിടിച്ചു. മധുരയിൽ നിന്ന് തേക്കടിയിലേക്ക് വിനോദയാത്രയ്ക്കായി എത്തിയ സംഘം സഞ്ചരിച്ച ടെബോ ട്രാവലറാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ദേശീയപാത 85 തലക്കോട് ടൂറിസ്റ്റ് ബസിന് തീപിടിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി. തീപിടുത്തത്തിനിടയാക്കിയ സാഹചര്യം സംബന്ധിച്ച് പരിശോധനകൾക്ക് ശേഷം മാത്രം വ്യക്തത വരുത്താനാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. ഇടുക്കി മെഡിക്കൽ കോളേജിലെ 2 ബിൽഡിംഗുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു നടപ്പാത വേണമെന്ന ആവശ്യം ആശുപത്രി സ്ഥാപിതമായ കാലം മുതൽ നിലനിൽക്കുന്നതാണ്. രോഗികളും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവരും ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇരുചക്രവാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് സ്കൂൾ ബസ് ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. രാജകുമാരി ഹോളിക്കൻ സ്കൂളിലെ താൽക്കാലിക ഡ്രൈവറായ മഞ്ഞക്കുഴി സ്വദേശി കൊല്ലുവേലിയിൽ വിഷ്ണുരാജനാണ് മർദ്ദനമേറ്റത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.